പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് ഫോർ എവറിഥിങ്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം സങ്കീർത്തനം 27:14. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. 2-3 ദിവസം മുമ്പ് ഒരു മകൾ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. അപ്പം ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം ഇതാണ്: ഞാനൊരു മാട്രിമോണിയിൽ കല്യാണത്തിന് പ്രസിദ്ധപ്പെടുത്തിയതനുസരിച്ച് പല പ്രപ്പോസൽസും വരുന്നുണ്ട്. പക്ഷേ ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. വല്ലാത്ത കൺഫ്യൂഷൻ, വല്ലാത്ത ഭയം. തെറ്റായത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജീവിതം വലിയ പ്രശ്നത്തിലേക്ക് നയിക്കപ്പെടുകയില്ലേ? ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഞാനപ്പോൾ അവർക്ക് മറുപടി ഞാൻ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞും ഈ ചോദ്യം എന്നിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുപോലെ ഒരാളല്ല, ഇന്നത്തെ യുവതലമുറ ഒത്തിരി പേര് ഇതുപോലെയുണ്ട്. അവർക്ക് റൈറ്റായിട്ടുള്ള ജീവിത പങ്കാളിയെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഭയം. അതിനാൽ തന്നെ അവർ വിവാഹത്തിന് അമാന്തിക്കുന്നു, അല്ലെങ്കിൽ മടിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ബൈബിൾ എടുത്ത് വിശകലനം ചെയ്തപ്പോൾ, കൂടുതൽ ചിന്തിച്ചപ്പോൾ അതിനോട് റിലേറ്റഡായിട്ടുള്ള കുറച്ച് വചനങ്ങളാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അതിനൊക്കെ മുമ്പേ എനിക്ക് പെട്ടെന്ന് ചിന്ത വന്നത്, ഈ അടുത്ത് വായിച്ചു തീർത്ത ലീവ് ടു ടെൽ എന്ന ആ ഒരു പുസ്തകം. അതിനകത്ത് അതെഴുതിയ സ്ത്രീ, അവരെ 90 ദിവസം ഒരു ബാത്റൂമിൽ കൊലയാളികളിൽ നിന്ന്, റുവാണ്ടയിൽ കൊലയാളികളിൽ നിന്ന് ഒളിച്ചു പാർത്ത് അവസാനം രക്ഷപ്പെടുന്നതാണ്. ഇത് കഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അപ്പം അങ്ങനെ അവൾ ആ ഒളിത്താവളത്തിൽ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ആ വീട്ടിലെ പാസ്റ്റർ വളരെ അവിടുത്തെ അന്നത്തെ ബാക്കി ഭക്ഷണമൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കും. അനങ്ങാൻ നിവൃത്തിയില്ല. 7 പേരാണ് ആ ബാത്റൂമിൽ, നിൽക്കാൻ പോലും ഇടമില്ലാതെ, ഒരൊച്ച പോലും വെക്കാതെ. കാരണം പുറത്തൊക്കെ കൊലയാളികളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ ബോയ് ഫ്രണ്ടിനെ കാണുന്നു. അപ്പം ഇവളുടെ കോലം കണ്ടിട്ട് 20 കിലോയോളം ഭാരം ഇവൾ കുറഞ്ഞുപോയി. കുളിച്ചിട്ട് ദിവസങ്ങളായി, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ് ഇവളുടെ പഴയ ബോയ് ഫ്രണ്ട് ഇവളെ കാണുന്നത്. അപ്പോൾ ബോയ് ഫ്രണ്ട് പറയാണ്, ഇനി ഇതിൻ്റെ സൗന്ദര്യമെല്ലാം പോയി, ഇനി എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നു. ഇവളുടെ ഉള്ളിൽ
വല്ലാത്ത ദുഃഖം. അത് കഴിഞ്ഞ് കുറേ നാൾ ഇവൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. അവസാനം ആ റുവാണ്ടയിലെ കലാപമൊക്കെ കഴിയുന്നു. ഇവൾ അവസാനം രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ട് കഴിഞ്ഞ് UN-ൽ ഇവൾക്കൊരു ജോലി കിട്ടുന്നു. അത് ആ സമയത്ത് ഇവൾക്ക് വീണ്ടും തോന്നി തുടങ്ങി, ജീവിതത്തിൽ ഒരു പങ്കാളി ആവശ്യമാണെന്ന്. കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നു. അതായത് തടവറയിലായിരുന്നപ്പോഴും 5 മണിക്കൂറൊക്കെയാണ്, 3-5 മണിക്കൂറൊക്കെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത്. അല്ലാത്ത സമയത്ത് അനങ്ങാൻ പോലും ഇടമില്ലാത്തടത്താണ് ഇവർ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് നിരന്തരമായ പ്രാർത്ഥനയാണ് ജീവന് വേണ്ടി. ഇനി കൊല്ലപ്പെടുകയാണെങ്കിൽ തന്നെ മാനഭംഗപ്പെടാതെ മരിക്കണം, അതിനുവേണ്ടിയൊക്കെ അവൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവൾക്ക് ബലം നൽകുകയാണ്. കർത്താവ് സ്വപ്നത്തിൽ അവളോട് പറയുകയാണ്, നീ രക്ഷപ്പെടും. അപ്പം അങ്ങനെയുള്ള വിശ്വാസത്തിൽ അവൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുന്നു. പല അവസരങ്ങളിലും ഈ കൊലയാളികളുടെ കണ്ണു കെട്ടിയ പോലെ ആയിത്തീരുന്നു. അങ്ങനെ ജീവിത നിലവാരമൊക്കെ UN-ൽ ജോലി കിട്ടുന്നു. ജീവിത നിലവാരം കുറച്ച് നന്നായപ്പോൾ ഒരു ജീവിത പങ്കാളി വേണമെന്നുള്ള ആഗ്രഹം അവളിൽ വീണ്ടും ഉടലെടുക്കുന്നു. അപ്പോഴും ഈ ഭയം, യഥാർത്ഥ ജീവിത പങ്കാളിയെ എങ്ങനെ കണ്ടുപിടിക്കും? കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഒരു കടലാസിൽ ക്രിസ്തുവിനാൽ പ്രേരിതയായി അവളൊരു കടലാസ് എടുത്ത് അതിൽ ഈ അവളുടെ ജീവിത പങ്കാളിക്ക് വേണ്ട ക്വാളിറ്റീസൊക്കെ അവൾ എഴുതുകയാണ്. അതിൽ ഒന്നാമത്തെ ക്വാളിറ്റി, കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവനായിരിക്കണം, ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കണം, കർത്താവിൽ കത്തോലിക്കനായിരിക്കണം. അത് അവളുടെ ഒരു ഏറ്റവും ആദ്യത്തെ അവളുടെ ഒരു കണ്ടീഷൻ. പിന്നെ അവൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ കർത്താവ് വീണ്ടും അവളെ പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളെ നീ കണ്ടാലെങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ നീ അയാളുടെ ഒരു ചിത്രം, ഒരു രേഖാചിത്രം വരയ്ക്കും. അപ്പോൾ ഇവൾക്ക് നീണ്ട മൂക്കുള്ള ഒരാൾ, പൊക്കമുണ്ടാകണം, മാന്യനായിരിക്കണം, അങ്ങനെ ഒരു രേഖാചിത്രം അവൾ വരയ്ക്കുകയാണ്. എന്നിട്ട് വീണ്ടും കർത്താവിനോട് പറയുന്നു, നിൻ്റെ സമയത്ത് ഏറ്റവും എനിക്ക് അനുയോജ്യനായ ആളെ നീ എനിക്ക് കാണിച്ചു തരേണം. അപ്പം അങ്ങനെ ഒരു ദിവസം അമേരിക്കൻ ആർമിയുടെ കുറച്ച് ആളുകൾ അവിടെ വരുന്നു. UN-ൻ്റെ അമേരിക്കൻ ഡിവിഷനിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വരുന്നു. അതിനകത്ത് ഇവൾ ഈ രേഖാചിത്രം വരച്ചതിന് സദൃശനായ ഒരുവനെ ഇവൾ പെട്ടെന്ന് കാണുകയാണ്. ഇവൾ മുൻകൈയൊന്നും എടുത്തില്ല. പക്ഷെ ഇവിടെ ഉള്ളിൽ ഒന്ന് തുടിച്ചു, ഇതായിരിക്കുമോ എനിക്കുള്ള ആൾ? ഇവരൊരുമിച്ച് ജോലി ചെയ്യേണ്ടി വരുന്നു. ഒരു ദിവസം അയാൾ ഇവളെ ഡിന്നറിന് വിളിക്കുന്നു, ഇവളെ ഡേറ്റ് ചെയ്യുന്നു. അവസാനം അയാൾ വിവാഹ അഭ്യർത്ഥനയുമായി വരുന്നു. അയാൾ വിവാഹം കഴിച്ച് 3 കുഞ്ഞുങ്ങളുമായി സുഖമായി അവൾ ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്നു. ഞാനത് ഇത് ട്രൂ സ്റ്റോറിയാണ്. ഇത് പറയാൻ കാരണം ഇതൊരു നല്ല പാതയാണ്, ഇതൊരു നല്ല അപ്രോച്ചാണ് യഥാർത്ഥ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാനായി. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്താൽ നയിക്കപ്പെട്ട് എങ്ങനെയുള്ള ആൾ വേണമെന്ന്
നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ തന്നെ എഴുതേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ചഞ്ചല ചിത്തരാകും. ഇതുപോലെയുള്ളൊരാളെ കർത്താവെ എനിക്ക് നൽകണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ ജീവിച്ചാൽ തക്ക സമയത്ത് കർത്താവ് നമ്മുടെ ആഗ്രഹം നടത്തി തരും. ഉൽപ്പത്തി 2:1 ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അവൻ കണ്ടുപിടിക്കുന്നതല്ല, കർത്താവ് പറയുന്നു, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പോൾ ആ ചേർച്ചയ്ക്ക് വേണ്ടിയുള്ള സ്പെസിഫിക്കേഷൻ, എനിക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ കർത്താവിനോട് അഭ്യർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും 2:24 അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. അപ്പോൾ നമ്മൾ ഈ സ്പെസിഫിക്കേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇതിനുള്ള പ്രാപ്തിയുള്ളവനാണോ ആ പുരുഷനെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ അമ്മ ഏറ്റവും ഭയങ്കര പൊസസീവാണോ, എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ കടന്നു കയറുമോ, അതും ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും എഫേസ്യൻസ് 5:25 ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹിക്കാൻ കഴിവുള്ളവർ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഭയങ്കര ക്രൂരന്മാരൊക്കെ ആണെങ്കിൽ സംഭവം ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും മത്തായി 7:7 പ്രാർത്ഥനയുടെ ശക്തി. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്ന് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ വിവാഹ സമയമാകുന്നതിന് മുൻപേ ദൈവവുമായ ഒരു ആത്മബന്ധം, നമ്മുടെ ഹെൽപ്പർ അബ്ബ പിതാവുമായി ഒരു യഥാർത്ഥ ആത്മീയ ബന്ധം സ്ഥാപിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, നമ്മിലുള്ള തിന്മകളെയൊക്കെ വെറുത്തുപേക്ഷിക്കുക, നിർമ്മലമായ ഒരു ഹൃദയത്തോടെ കർത്താവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവിനോട് ഷെയർ ചെയ്യുക. ദൈവമേ, ഇങ്ങനെയുള്ള ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായി നൽകണമേ. പറ്റുമെങ്കിൽ നമ്മുടെ തന്നെ കഴിവുകൾ ഉപയോഗിച്ച് അതെനിക്ക് നന്നായിട്ട് ഒരു സ്കെച്ച് വരയ്ക്കുക. എത്ര ടോളായിരിക്കണോ, ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻഡ്സം, അങ്ങനെ പല ഡെഫിനേഷൻസ്, പലർക്ക് പല രീതികളിലുള്ള ആളുകളെ ആയിരിക്കും ഇഷ്ടം. ഹോബീസ്, പ്രൊഫഷൻ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ. അപ്പോൾ ഏറ്റവും വലുത് ജീവിത പങ്കാളി നമുക്ക് കമ്പാനിയൻഷിപ്പ് നൽകുന്നവരായിരിക്കണം. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുകളൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ചേർന്ന് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മുടെ റിക്വസ്റ്റിൽ നമ്മൾ എഴുതുക. അതിനുവേണ്ടി ദാഹത്തോടെ ആത്മാർത്ഥമായി കർത്താവ് എല്ലാം നടത്തിത്തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ, ലോട്ടറി എടുക്കുന്ന പോലെ ആകരുത്, ഇത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ദൃഢമായ വിശ്വാസത്തോടുകൂടെ കർത്താവിനോട് യാചിച്ചാൽ അവൻ തക്ക സമയത്ത് നമുക്ക് ഏറ്റവും ഇണങ്ങുന്ന, അവൻ്റെ രീതിയിൽ ഇണങ്ങുന്ന ജീവിത പങ്കാളിയെ നമുക്ക് നൽകും. ഇത് തീർച്ച. അപ്പോൾ കർത്താവാണ് പറയുന്നത്,
മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, കർത്താവിൽ വിശ്വസിക്കാം. അപ്പോൾ തീരുമാനം കർത്താവിന് വിട്ടുകൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ഉചിതമായ ഇണയെ കർത്താവ് നമുക്ക് നൽകും. ഈ ഒരു പൂർണ്ണ വിശ്വാസത്തിലേക്ക് കർത്താവ് വിവാഹപ്രായമെത്തി കല്യാണമൊക്കെ ആലോചിക്കുന്ന യുവാക്കളെ നയിക്കുമാറാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.